പ്രിയപ്പെട്ട കൂട്ടുകാരെ, അങ്ങേയറ്റത്തെ വിഷമത്തോടു കൂടിയാണ് മൊട്ടച്ചേട്ടൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് വൈറലാകാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ആ വിഷമം ഒരുപക്ഷെ നിങ്ങളിൽ പലരും അനുഭവിക്കുന്നുണ്ടാവും. അതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്, ആ സഹോദരങ്ങളോടൊപ്പം, ഈ വേദന അനുഭവിക്കുന്ന ആ സഹോദരങ്ങളോടൊപ്പം മൊട്ടച്ചേട്ടനും ഉണ്ട്. പോറ്റി വളർത്തി വലുതാക്കിയവർക്ക് അത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന മനസ്സിലാവുകയുള്ളൂ. കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി നോക്കി ഓരോ ദിവസവും തള്ളി നോക്കിക്കൊണ്ടിരിക്കുന്ന ആ രക്ഷിതാക്കൾക്കറിയാം അതെത്രമാത്രം കഠിനമുള്ള വേദനയായിരിക്കുമെന്ന്. എൻ്റെ വീട്ടിൽ ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ ഞാനോ എൻ്റെ ഭാര്യയോ കഴിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അവൾക്ക് കൊടുക്കുമായിരുന്നു. ആ അവളാണ് ഇത്രയും വലിയ ഒരു കൊല ചതി ചെയ്തത്. മറ്റൊന്നുമല്ല, ഇങ്ങനെ തുറന്നു പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇതുപോലുള്ള വേദന അനുഭവിക്കുന്നവർക്ക് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് ഞാനും ഇത് പറയുന്നത്. ഏതോ ഒരുത്തൻ വന്ന് ഒരു രാത്രിയിൽ ഗേറ്റിന്റെ അവിടെ നിന്ന് വിളിച്ചപ്പോൾ അതുവരെ പോറ്റി വളർത്തി വലുതാക്കിയ ഞങ്ങളെയൊക്കെ പുല്ലുപോലെ അവഗണിച്ച് ഞങ്ങളുടെ മുമ്പിൽ കൂടെ അവൾ ഇറങ്ങിപ്പോയി. പിന്നെ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. അവളെ നഷ്ടപ്പെടലുള്ള വിഷമം ആരോടാണ് പറയുക? പറഞ്ഞു കഴിഞ്ഞാൽ പറയും വളർത്തു ദോഷത്തിന്റെ ആണെന്ന് പറയും. അടയ്ക്ക ആണെങ്കിൽ മടിയിൽ വയ്ക്കാം, അടയ്ക്ക മരമായി കഴിഞ്ഞു കഴിഞ്ഞാൽ മടിയിൽ വയ്ക്കാൻ പറ്റില്ലല്ലോ എന്നൊരു ചൊല്ലില്ലേ, അതേ അവസ്ഥയിലായിപ്പോയി ഞങ്ങൾ. വേദനയുള്ള നാളുകൾ അങ്ങനെ കഴിഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ, കുറെ നാളുകൾക്ക് ശേഷം അവൾ അതാ തിരിച്ചു വന്നിരിക്കുന്നു. എന്താണ് പറയേണ്ടത്? സ്വന്തമായി പോയില്ലേ, ഒഴിവാക്കാൻ പറ്റില്ലല്ലോ, വീണ്ടും കയറ്റി വീട്ടില്. ഇപ്പോൾ അവൾ കിടക്കുന്ന അവസ്ഥയൊന്ന് കണ്ടു നോക്കൂ. സഹിക്കാൻ പറ്റത്തില്ല കൂട്ടുകാരെ, സഹിക്കാൻ പറ്റത്തില്ല. വിഷമത്തോടു കൂടി തന്നെ പറയുന്നത്. ആ മുറിയിലേക്ക്, അവൾ കിടക്കുന്ന മുറിയിലേക്ക് നോക്കാൻ പോലും എനിക്ക് പറ്റത്തില്ല. നിങ്ങൾ കൂടെ കണ്ടു നോക്കൂ. ചിലപ്പോൾ ആരിലെങ്കിലും നിങ്ങൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. സ്നേഹത്തോടുകൂടി മൊട്ടച്ചേട്ടൻ. നിനക്കിത് വരണമടിയിലേക്ക്, നിനക്കിത് തന്നെ വരണം. നീ എന്നെ ധിക്കരിച്ച് പോയതല്ലേ, നിനക്കിത് തന്നെ വരണം. അനുഭവിച്ചോ കേട്ടോ.